ജാതി മതഭേദമന്യേ മനുഷ്യനെ മനുഷ്യനായി കാണാനും ക്ഷേത്രത്തിൽ വരുന്ന പണം ക്ഷേത്ര ഭണ്ഡാരങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അത് ജനനന്മയ്ക്കായി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിലെല്ലാം ഉപരി ഒരായുഷ്കാലം മുഴുവൻ വിഷ്ണുമായ എന്ന മൂർത്തിയെ ഉപാസിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരൻ്റെ മൂത്ത മകൾ ഉണ്ണിമായിയാണ് ഞാൻ. നിങ്ങൾക്കെല്ലാം അറിവുള്ളതായിരിക്കും, കുറച്ച് മാസങ്ങളായിട്ട് ദേവസ്ഥാനത്തിന് മുകളിൽ ഉരുണ്ട് കൂടിയിരിക്കുന്ന ഒരു കാർമേഘത്തെക്കുറിച്ച്. ഒരു വ്യാജ പീഡന കേസ് കുറച്ച് മാസങ്ങളായിട്ട് ക്ഷേത്രത്തിൻ്റെ അധികാരത്തെ ചൊല്ലി ചില തർക്കങ്ങൾ നിലവിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂൺ 12-ാം തീയതി കർണാടകയിലെ ബലന്തൂർ സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ എത്തുകയും ഞങ്ങളെ ഒരു FIR കാണിക്കുകയും ചെയ്തു. അത് ഒരു റേപ്പ് കേസിൻ്റെ ഒരു FIR ആയിരുന്നു. അതിൽ 1-ാം പ്രതി എൻ്റെ സഹോദരി ഭർത്താവ് അരുൺ, 2-ാം പ്രതി എൻ്റെ അച്ഛനായിരുന്നു, ക്ഷേത്രം തന്ത്രി. അതറിഞ്ഞപ്പോൾ ഞങ്ങളാകെ തകർന്നു പോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതായിപ്പോയി. ജൂൺ 12-ാം തീയതി അരുണിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് പോയപ്പോൾ ഒപ്പം എൻ്റെ 2 കുടുംബ സുഹൃത്തുക്കളോടൊപ്പം ഞാനും കർണാടകയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അവിടെ ചെന്നിട്ട് ഞാൻ അനുഭവിച്ചത് ആലോചിക്കുമ്പോൾ ഇന്ന് ഇവിടെ ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്നത് തന്നെ എനിക്ക് അത്ഭുതമാണ്. കാരണം അത്രയധികം മെൻ്റൽ ടോർച്ചറിങ് ആണ് ഞാൻ അവിടെ അനുഭവിച്ചത്. അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബലന്തൂർ സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ, വനിതാ പോലീസ് അടക്കം എന്നെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ, എന്നെ അറസ്റ്റ് ചെയ്ത് അച്ഛനെ എത്തിക്കണം എന്നുള്ള രീതിയിൽ എന്നെ ഫോളോ ചെയ്യുക രീതികൾ ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ഞാനന്ന് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എല്ലാം. അന്ന് നടത്തിയ ആ ഒരു പത്രസമ്മേളനം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തത് മൂലം അതിനുശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഞാൻ അവിടെ ഹോം മിനിസ്റ്റർക്ക് G. പരമേശ്വരൻ സാറിന് പരാതി നൽകുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും അതേ തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ മാറ്റുകയും അന്വേഷണം നല്ല രീതിയിൽ നടക്കുകയും ചെയ്തു. ഇന്ന് ആ കേസിൻ്റെ ചാർജ് ഷീറ്റ് പോലീസ് കൊടുത്തിരിക്കുകയാണ്. ഇതാണ് അതിലെ ചാർജ് ഷീറ്റ്. ഇതിൽ അന്നത്തെ FIR-ൽ പറയുന്ന സെക്ഷൻസുകളെല്ലാം ഒഴിവായിരിക്കുകയാണ്. ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നോ റേപ്പ് വാസ് കണ്ടക്റ്റഡ് എന്ന്. 2-ാം പ്രതിയായ ഉണ്ണി ദാമോദരനുള്ള ക്ലീൻ ഷീറ്റ് ഇന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കോടതി സൈറ്റിൽ നിന്നും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അന്വേഷണത്തിൻ്റെ ഫലമായി അത് വ്യാജ കേസാണെന്ന് തെളിയുകയും തിരികെ FIR ആവുകയും അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി 5 പേർ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുകയാണ്. ഈ 5 പേരിൽ ഒരാൾ എൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ പുത്രൻ. 5 പേരിൽ ഒരാളല്ല, ഈ FIR-ലെ 1-ാം പ്രതി പ്രവീണാണ്. അന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ ഗൂഢാലോചനയുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രവീണാണ് 1-ാം പ്രതി. എൻ്റെ ജീവന് നേരെ ഭീഷണികൾ വരെ ഉണ്ടായിട്ടുണ്ട് അവിടെ. എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നു. കാരണം ഏതറ്റം വരെ പോയിട്ടായാലും സത്യം പുറത്തു കൊണ്ടുവരണമെന്നൊരാഗ്രഹമായിരുന്നു എനിക്ക്. ആഗ്രഹമെന്നല്ല, ഒരു പോരാട്ടം തന്നെയായിരുന്നു അത്. അതിൽ എന്നെ ഒരുപാട് സഹായിച്ചത് നിങ്ങളാണ്. കാരണം അന്ന് വന്ന ആ ന്യൂസ് വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2ാമത് അതിന് നിങ്ങളെല്ലാവരോടും ഒരുപാട് നന്ദി. എൻ്റെയും പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെയും പേരിൽ നന്ദി പറഞ്ഞാൽ തീരാത്ത അത്രയും സഹായങ്ങൾ എനിക്ക് പിന്നീട് ലഭിക്കുകയുണ്ടായി. കാരണം ഞാനിവിടെ നിന്ന് അരുണിനെ അറസ്റ്റ് ചെയ്തിട്ട് കൂടെ പോകുമ്പോൾ എൻ്റെ ഒപ്പം പോകുന്ന 2 കുടുംബ സുഹൃത്തുക്കളടക്കം ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് എനിക്ക്. നിസ്സഹായാവസ്ഥ മുതലെടുത്ത് അതിലൊരു മുതലെടുപ്പ് നടത്താൻ വന്നവരുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ തകർന്നിരുന്ന് കരഞ്ഞ നിമിഷത്തിൽ ഭഗവാൻ പറഞ്ഞയച്ചതുപോലെ ഒരു ദൈവദൂതം വന്നു. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് വരുന്ന ഒരു ഭക്തനാണ്, കുടുംബ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പാണക്കാട് സാദിഖലി തങ്ങളെ പോയി കണ്ട്
അദ്ദേഹം വഴി എനിക്ക് പരമേശ്വരൻ സാറിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ലഭിച്ച് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് കണ്ട് എല്ലാ തെളിവുകളും അന്ന് ആ സ്ത്രീ വന്നത് അടക്കം അവിടെ ക്ഷേത്രത്തിന് ചുറ്റും നടന്ന് ഫോട്ടോസ് എടുത്ത് പുറത്തു പോകുന്നത് തുടങ്ങി എല്ലാ തെളിവുകളും ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് കാണിച്ചു കൊടുക്കുകയും തുടർന്ന് അദ്ദേഹം ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ഓർഡർ ഇടുകയും ചെയ്തു. കമ്മീഷണർ, ജോയിൻറ്റ് കമ്മീഷണർ, DCP പരശുരാം സാർ, അങ്ങനെ അവരുടെ ഇടപെടലുകൾ മൂലം ACP ഉമാശങ്കർ സാർ, ACP ബാനസ്വാടി ACP ഉമാശങ്കർ സാർ ഈ കേസിൻ്റെ സത്യസന്ധമായ അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. നാൽപ്പത്തഞ്ച് ദിവസം ചെയ്യാത്ത തെറ്റിന് അരുൺ ജയിലിൽ കിടന്നത്. അരുണിന് ജാമ്യം കിട്ടിയിട്ടും ജാമ്യം എക്സിക്യൂട്ട് ചെയ്യാൻ പോലും ഞാൻ കുറേ ബുദ്ധിമുട്ടി. കാരണം അവിടെ ലോക്കലായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ തന്നെ. എനിക്ക് ആരും അവിടെ പരിചയമില്ല, എങ്ങനെ എത്തിക്കുന്നു എനിക്ക് അറിയാത്ത സമയത്താണ്. അപ്പോഴും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന പോലെ ആനന്ദ് സാർ, അവിടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം വന്നു. അദ്ദേഹത്തോടും അതെ, എനിക്ക് എൻ്റെ കുടുംബത്തിനും തീരാത്ത നന്ദിയുണ്ട്. കർണാടകയിൽ 2 തരം പോലീസിനെയും ഞാൻ കണ്ടു. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ത്രീ വന്നൊരു ഇത് പറഞ്ഞപ്പോൾ കംപ്ലൈൻ്റ് എടുത്ത് അറസ്റ്റ് നടത്തിയ ആൾ, വളരെ സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെയും ഞാൻ കണ്ടു. എല്ലായിടത്തും ഉണ്ടാവും അങ്ങനെ 2 തരം പോലീസ്, കേരളത്തിലും ഉണ്ടാവും. ഇന്നിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഈ പറയുന്ന പ്രവീണും സംഘവും ഒരു ബോർഡ് സ്ഥാപിക്കുകയും അതേ ചൊല്ലി ആ ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വെച്ച ബോർഡ് നമ്മൾ നീക്കം ചെയ്തപ്പോൾ 2 വണ്ടി പോലീസുകാർ വന്നിട്ട് നമ്മളെ സ്റ്റാഫ് 2 പേരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉണ്ടായത്. അന്ന് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളത് ഞങ്ങളോട് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ്. അതെന്തോ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് ആ ബോർഡ് അതിലും വലുപ്പത്തിൽ വീണ്ടും കൊണ്ട് അവർ വെച്ചപ്പോൾ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തു. ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, കർണാടകയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് 2 തരം പോലീസ്. കാരണം ഈ കേസ് ആദ്യം തൃശ്ശൂർ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ കേസ് എടുത്തില്ല. മനസ്സുകൊണ്ട് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പറയുകയാണ്. ഒരു മകനെ പോലെ കണ്ട ആൾ, അല്ലെങ്കിൽ ഞങ്ങൾ സഹോദരനെ പോലെ കണ്ട ആൾ, അദ്ദേഹം വിരിച്ച വല അല്ലെങ്കിൽ അദ്ദേഹം ഇട്ട പദ്ധതി, ഞാനും കുടുംബവും അനുഭവിച്ച വേദന, 2 മാസം എൻ്റെ അനിയത്തി അനുഭവിച്ചത്, എൻ്റെ അമ്മ ഒഴുക്കിയ കണ്ണീര്, എൻ്റെ അച്ഛൻ അനുഭവിച്ച അപമാനം, എന്നിട്ട് ഇന്നും അവർ പറയുന്നത് ഞങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ കയറി പൂജ ചെയ്യണമെന്നാണ്. എന്ത് വിശ്വാസത്തിലാണ് ഞാൻ അവരെ അകത്തേക്ക് കയറ്റേണ്ടത്? 500ഓളം പേർക്ക് അന്നദാനം നടത്തുന്ന ഒരു ക്ഷേത്രമാണത്. അന്നും പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള ആളുകളെ ക്ഷേത്രത്തിലേക്ക് കയറ്റിയാൽ അന്നദാനത്തിൽ വിഷം കലക്കാൻ പോലും അവർ മടിക്കില്ല. പ്രവീണ തന്നെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞത്, താങ്കൾ അമ്പലം ഒഴിഞ്ഞു പൊക്കോളൂ, ഞങ്ങൾ നടത്തിക്കോളാം, താങ്കൾ ന്യൂനപക്ഷമല്ലേ. ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും ആ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ക്ഷേത്രത്തിലെ ഒരു ക്ഷേത്രമാകുമ്പോൾ അതിലെ പരമാധികാരം ആ ക്ഷേത്രത്തിലെ മൂർത്തിക്കാണ്. അത് കഴിഞ്ഞാൽ അവിടുത്തെ തന്ത്രിക്കും ഭക്തജനങ്ങൾക്കുമാണ്. അല്ലാതെ ചുറ്റിക കൊണ്ട് ഭണ്ണാരം അടിച്ചു പൊളിച്ച് അവിടുത്തെ പണം ചാക്കിലാക്കി കൊണ്ടുപോകുന്നവർക്കല്ല.